നമസ്കാരം. കേരളത്തിൽ ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലും നിരവധി ഒഴിവുകളാണ്. സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിങ്ങനെ നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും തൊഴിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, പ്രായപരിധി, ഇതിൻ്റെ ശമ്പള സ്കെയില്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലും ജോലി നേടാൻ നല്ലൊരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്ക് ഓൾ ഓവർ കേരളയിൽ ഇപ്പോൾ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. സെക്രട്ടറി ഒരു ഒഴിവാണ് ഈ തസ്തികയിൽ വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത HDC BMൽ ബിരുദമുണ്ടായിരിക്കണം. അതുപോലെ 7 വർഷത്തെ പ്രവൃത്തി പരിചയം അക്കൗണ്ടിംഗ് മേഖലയിലും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് സെക്രട്ടറി 4 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. എറണാകുളം, പാലക്കാട്, കൊല്ലം, കാസർഗോഡ് ജില്ലയിൽ ഓരോ ഒഴിവുകളാണ് ഈ തസ്തികയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ 50% കുറയാതെയുള്ള ബിരുദമാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സഹകരണ ഹയർ ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം. ഇതാണ് ഇതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ തസ്തികയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്നത്. 160 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം 12, കൊല്ലം 10, പത്തനംതിട്ട 2, ആലപ്പുഴ 2, കോട്ടയം 5, ഇടുക്കി 4, എറണാകുളം 9, തൃശ്ശൂർ 15, പാലക്കാട് 27, മലപ്പുറം 19, കോഴിക്കോട് 29, വയനാട് 2, കണ്ണൂർ 16, കാസർഗോഡ് 8, അങ്ങനെ മൊത്തത്തിൽ 160 ഒഴിവുകളാണ് ഈ 14 ജില്ലയിലായിട്ട് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത SSLC അഥവാ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് നേടിയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നേടിയ ബിരുദം ഉണ്ടായിരിക്കണം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. പാലക്കാടും മലപ്പുറവും 2 ഓരോ ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ MCA MSc ക്വാളിഫൈ ചെയ്തവരായിരിക്കണം. അതുപോലെ തന്നെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 7 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം 2, മലപ്പുറം 2, പാലക്കാട് 2, കോഴിക്കോട് 1, അങ്ങനെ മൊത്തത്തിൽ 7 ഒഴിവുകളാണ് ഈ തസ്തികയിൽ വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം, കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പം ഈ പറഞ്ഞ തസ്തികകളിൽ മൊത്തത്തിലായിട്ട് 200 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓൾ ഓവർ കേരളയിൽ ഇപ്പോൾ തൊഴിൽ അവസരങ്ങളുണ്ട്. എല്ലാ ജില്ലയിലും തൊഴിൽ അവസരങ്ങളുണ്ട്. ഇതിൻ്റെ ശമ്പള സ്കെയില് അത്യാവശ്യം നല്ല ശമ്പള സ്കെയില് തന്നെയാണ്. 44,650 രൂപ വരെ ശമ്പളം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു നല്ല ജോബാണ്. 17,360 രൂപ മുതൽ 44,650 രൂപ വരെ ശമ്പളം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു നല്ല ജോലിയാണ് സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലും വന്നിരിക്കുന്നത്. ഇത് അപേക്ഷിക്കേണ്ടത് PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴി അല്ല. ഇത് നേരിട്ട് CSEB Kerala.org എന്ന വെബ്സൈറ്റിൽ കയറി നേരിട്ട് 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. മുൻകാലങ്ങളിൽ ഇത് തപാൽ വഴി അയക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് 1 ടൈം രജിസ്ട്രേഷൻ വഴി, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി 1 ടൈമായിട്ട് പേരും വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തസ്തിക ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി അത് സെലക്ട് ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക.
ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 1/1/2025 വെച്ച് 18നും 40നും ഇടയിൽ പ്രായമുള്ള ഒരാൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും മറ്റ് ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറിക്ക് അതിൻ്റേതായ ഏജ് റിലാക്സേഷനും കിട്ടുന്നതായിരിക്കും. അപേക്ഷ ഫീസായിട്ട് വരുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 150 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 50 രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ അപേക്ഷ ഫീസ് അടച്ച് ഓൺലൈൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അവിടെ കയറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തസ്തിക സെലക്ട് ചെയ്ത് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള 6 മാസത്തിനുള്ളിൽ എടുത്തൊരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. അപ്പം ഇതെല്ലാം നോക്കി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.